അച്ഛൻ സിനിമയിലും നാടകത്തിലുമൊക്കെ സജീവമായി നിന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായി മകനും അച്ഛൻ്റെ പാത പിന്തുടർന്ന് അതുപോലെ എത്തുകയായിരുന്നു. അത് കാണാനും സാധിക്കുകയാണ് ഇപ്പോൾ രാജേന്ദ്രൻ്റെ മകൻ ദിവ്യദർശനെ. ദിവ്യദർശൻ്റെ മകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടത്തിൽ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അച്ചാച്ചനോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ദിവ്യദർശൻ്റെ മകൾ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അച്ചാച്ചൻ്റെ വേദന വളരെയധികം തന്നെ ആ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്നത്. എങ്ങനെ ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എന്നറിയില്ല. ദിവ്യദർശൻ്റെ ഭാര്യ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അതിലൊന്നും തന്നെ കുഞ്ഞ് ഒന്നും കേൾക്കുന്നുമില്ല. ഇപ്പോഴിതാ രാജേന്ദ്രൻ്റെ ചെറുമകളുടെ കരച്ചിൽ എങ്ങനെ അടക്കണമെന്നും എന്തു പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെയാണ് എല്ലാവരും ഇരിക്കുന്നത്. പ്രേക്ഷകർ സ്വാഭാവികമായി തന്നെ അറിയുന്നൊരു വാക്ക് തന്നെയാണ് രാജേന്ദ്രൻ്റെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ വിഷമം. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ വേദനയിലാണ് ഇപ്പോഴും. കുറച്ചധികം നാളുകളായി തന്നെ അസുഖബാധിതനാണ് അദ്ദേഹം. ഇലക്ഷനും ചെറിയ ചെറിയ പരിപാടികൾക്കും അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്ന ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കൊക്കെ വൈറലായിരുന്നു. അതോടെ തന്നെ അദ്ദേഹം ആകെ അവശനായി കാണപ്പെട്ടതിനെക്കുറിച്ചും എല്ലാവരും സംസാരിച്ചിരുന്നു. അതിനൊക്കെ ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നത്. കൃത്യമായി എല്ലാവരും ആ കുഞ്ഞിനെ തന്നെയാണ് നോക്കുന്നത്. കാരണം അവർ തന്നെയായിരുന്നു വീട്ടിൽ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ. രാജേന്ദ്രൻ ഭൂരിഭാഗം സമയവും കുഞ്ഞിനോട് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ദിവസം അവളുടെ അച്ചാച്ചനില്ല എന്നൊരോർമ്മ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക് ഒന്ന് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഇന്നലെ പുലർച്ചെയായിരുന്നു മരണം. അവൾ ഉറക്കം എഴുന്നേൽക്കുമ്പോഴേക്കും അവളുടെ അച്ചാച്ചൻ ഈ ലോകത്തു നിന്ന് പോയിരുന്നു. അവസാന ദിവസങ്ങളൊക്കെ തന്നെയും ചെറുമകളുടെ സാന്നിധ്യം ഒരുപാട് അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കാനുമൊക്കെ അതൊരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ മനസ്സിലാക്കൂ. ഏറ്റവും കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് എന്നും പറയാം. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ട ആർക്കും സഹിക്കാനാകുന്നില്ല. അവളെ ആശ്വസിപ്പിക്കാനായി അവളുടെ അച്ഛനും അച്ഛമ്മയും അമ്മയും ഒക്കെ ആവോളം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കാണുമ്പോഴാണ് ഈ കുടുംബം എന്തുമാത്രം ആഘാതത്തിലാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാകുന്നത്. പ്രേക്ഷകർ ഭൂരിഭാഗം പേരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ആ കുഞ്ഞിൻ്റെ വിഷമവും ആ കുടുംബത്തിൻ്റെ വിഷമവും ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രതികരിക്കേണ്ടതും അതിനെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ നിരവധി പേര് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും അതോടൊപ്പം തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.